ഹേയ് നൻപ, വി ഫസ്റ്റ് ഡേ. അപ്പോൾ ഇന്ന് എനിക്ക് VFS ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ കൊച്ചി VFS സെൻറ്ററിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് കറൻറ്റ്ലി അവിടെ പാർക്കിംഗ് ഇല്ല. അപ്പം കുറച്ച് മാറി ഇങ്ങോട്ട് പാർക്ക് ചെയ്തേക്കുന്ന വണ്ടി. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ഇവിടുന്ന് ഒരു 50 മീറ്റർ പോയി കഴിഞ്ഞാൽ VFS സെൻറ്റർ ആണ്. അങ്ങനെ VFS സെൻറ്ററിലെത്തി. അപ്പം ഇവിടെ കാണാം, നമുക്ക് അപ്പോയിൻമെൻറ്റ് സ്ലിപ്പ് കാണിച്ചാൽ മാത്രമേ സെക്യൂരിറ്റി അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. അങ്ങനെ ഉള്ളിലേക്ക് ഞാൻ കയറി. പ്രീമിയം ലോഞ്ച് എടുത്തവരാണെങ്കിൽ നേരെ അകത്തേക്ക് ചെന്ന് പറഞ്ഞാൽ മതി. നോർമൽ എടുത്തവരാണെങ്കിൽ എന്നെപ്പോലെ ഇവിടെ നിൽക്കേണ്ടി വരും. ക്യൂ നിൽക്കുന്ന സമയത്ത് സൈഡിലൊരു സ്ക്രീൻ കാണാൻ പറ്റും. അങ്ങനെ എല്ലാ കൺട്രീസിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിഷൻ ടൈമും പാസ്പോർട്ട് കളക്ഷൻ ടൈമും നമുക്കവിടെ കാണാൻ പറ്റും. അങ്ങനെ കുറേ നേരം ക്യൂ നിന്നതിന് ശേഷം നമ്മളെ വിളിച്ചു. നമ്മുടെ പേരല്ല വിളിച്ചത്, നമ്മുടെ ടൈമാണ്. നമ്മുടെ ടൈം വിളിക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി ചെല്ലുക. അങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ് തരും. അത് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ ടേൺ ആകുമ്പോൾ നമ്മുടെ നമ്പർ അവർ വിളിക്കുകയല്ല ചെയ്യുന്നത്. നമുക്കൊരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ കാണാൻ പറ്റും ഏത് കൗണ്ടറിലാണ് നമ്മൾ ചെല്ലേണ്ടത്. നമ്മൾ ടേൺ ആകുമ്പോൾ നമ്മളവിടെ ചെല്ലുക. ഫ്രാൻസിൻ്റെ കൺട്രി ഫ്ലാഗ് ഇവിടെ കാണാം. ഈ കൗണ്ടറിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഫയൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് റെസിപ്റ്റ് കിട്ടി, പൈസ അടച്ചതിൻ്റെ. അതുപോലെ തന്നെ നമ്മൾ അത് കഴിഞ്ഞ് ബയോമെട്രിക്സ് എടുക്കാൻ ഇവിടെയാണ് വരേണ്ടത്. അങ്ങനെ എൻ്റെ ബയോമെട്രിക്സ് എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ എന്തൊക്കെ ഫയൽസാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒരു ഫയലിലും ഡ്യൂപ്ലിക്കേറ്റ്സ് ഫയൽസ് ഒരു ഫയലിലും ആക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് എടുത്തു കൊടുക്കാൻ സാധിക്കും. ക്യാമ്പസ് ബ്രാഞ്ചിൻ്റെ വീഡിയോ ഉണ്ടായിരിക്കില്ല, കാരണം എനിക്ക് ക്യാമ്പസ് ബ്രാഞ്ച് ഇൻ്റർവ്യൂ ഓൺലൈനായിട്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് വിസ കിട്ടുവാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണും. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ VFS ഡേ. ആദ്യമായിട്ട് VFS സെൻറ്റർ വരുന്നവർക്കൊരു പേടി ഉണ്ടാവും, പക്ഷെ പേടിയൊന്നും വേണ്ട. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഓക്കെ നൻപ.